നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിറ്റാണ്ടുകളോളം പാകിസ്ഥാന് ആയുധവും പണവും നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ് അമേരിക്ക. ഈ പണവും ആയുധവുമെല്ലാം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇന്ത്യക്കെതിരെയാണ് തങ്ങളുടെ ആയുധവും പണവുമെല്ലാം ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞിട്ടുകൂടി പാകിസ്ഥാന് ഭീകരവിരുദ്ധ പങ്കാളിയായി ഒപ്പം ചേർത്തുകൊണ്ട് എല്ലാവിധ സഹായവും ചെയ്തു നൽകുകയായിരുന്നു അമേരിക്ക എന്നത് ചരിത്രമാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ താലിബാന് അമേരിക്ക പണം കൊടുക്കുകയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇലോൺ മസ്ക് അടക്കമുള്ള ആളുകൾ ഈ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു കോൺഗ്രഷണൽ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് അമേരിക്കൻ സൈന്യം താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വിടുമ്പോൾ താലിബാൻ അവിടെ ഭരണം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയിരുന്നു. ആ സമയത്ത് ഏതാണ്ട് $7 ബില്യൺ വിലമതിപ്പുള്ള ആയുധങ്ങൾ അവിടെ അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു വന്നിരുന്നു. മാത്രമല്ല അവിടെ $57.6 മില്യൺ ആ രാജ്യത്തിന് അമേരിക്ക നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം താലിബാൻ അധികാരം ഏറ്റെടുത്തിട്ടും ആ ഭരണകൂടത്തിനും അമേരിക്ക ഇത്തരത്തിൽ ഓരോ വർഷവും വൻ തുകകൾ നൽകിയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ നികുതിദായകരുടെ പണം ഇത്തരത്തിൽ താലിബാന് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ എലോൺ മസ്ക് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ബൈഡൻ ഭരണകൂടമാണ് ഇത്തരത്തിൽ വൻ തുകകൾ താലിബാൻ സൈന്യത്തിന് നൽകിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പാകിസ്ഥാനും ഇക്കാര്യം അമേരിക്കയെ അറിയിക്കുന്നുണ്ട്. പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെ കടപുഴക്കി എറിയാനാണ് അമേരിക്ക ഇത്തരത്തിൽ താലിബാന് പണം നൽകുന്നത് എന്ന് പാകിസ്ഥാനും ആരോപിച്ചിട്ടുണ്ട്. ദീർഘകാലം സൈനിക പങ്കാളിയായിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ആയുധങ്ങളും പണവുമൊക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ബൈഡൻ ഭരണകൂടം താലിബാന് ഇത്തരത്തിൽ വൻ തുക നൽകിയത് എന്നതിന് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരും എന്ന അവസ്ഥയിലാണ്. കാനഡയെ അമേരിക്കയോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്ന വാശിയിൽ തന്നെയാണ് ട്രംപ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും ചൈനയ്ക്കുമുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്ക വർദ്ധിപ്പിച്ചത്. അതായത് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ചൈനയ്ക്ക് 10% ഏർപ്പെടുത്തിയപ്പോൾ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% അധിക നികുതിയാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നാൽ തീർച്ചയായും അത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ട്രൂഡോ ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തുകയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതിന് ഉത്തരമായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കാനഡയ്ക്ക് അമേരിക്കയുടെ വ്യാപാരമില്ലാതെ നിലനിന്നു പോകാൻ പ്രയാസമാണ് എങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ആശ്രയമില്ലാതെ കാനഡയ്ക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കാനഡയെ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാക്കി മാറ്റൂ, താങ്കളെ അവിടുത്തെ ഗവർണറാക്കാം എന്ന ഒരു പരിഹാസമാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അത് ട്രൂഡോയോ പരിഹസിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. കാനഡയെ ഏത് വിധേനയും അമേരിക്കയ്ക്കൊപ്പം ചേർക്കുമെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ്. കാനഡയെ മാത്രമല്ല, കാനഡ, ഗ്രീൻലാൻഡ്, പനാമ കനാൽ ഇതെല്ലാം അമേരിക്കയ്ക്ക് വേണം എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും അത്തരത്തിലൊരു ഭൂപടം കൂടി ഇപ്പോൾ ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു ഭൂപടം കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എന്നാൽ കാനഡ ഈ അമേരിക്കയുടെ ഭാഗമാകില്ലെന്നും കാനഡ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് ട്രൂഡോ അടക്കമുള്ള കാനഡയിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം? എന്ത് ചെയ്യിക്കാനാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദം നടത്തുന്നത്? ഇപ്പോൾ സാമ്പത്തിക സമ്മർദ്ദം കാനഡയ്ക്ക് മേൽ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മാപ്പ് അടക്കം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ജനുവരി 20-നായിരിക്കാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേൽക്കുന്നത്. അതിനുശേഷം കാനഡയോടുള്ള സമീപനം എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷേഖ് ഹസീന സർക്കാർ നിലം പതിച്ചതിന് ശേഷം അവിടെ നിരന്തരം
ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിനെതിരെ വലിയ രീതിയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിഷേധിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ആ പ്രതിഷേധങ്ങളൊന്നും ഈ ആക്രമണങ്ങൾ തടയുന്നില്ല. വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏറ്റവും ഒടുവിലായി ഒരു ഹിന്ദു വ്യാപാരിയെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ ബെറ്റോറ എന്ന ഗ്രാമത്തിൽ, സദർ ഉപജില്ലയിലെ ബെറ്റോറ എന്ന ഗ്രാമത്തിൽ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്ന സുദേബ് ഹാൽദർ എന്ന ചെറുപ്പക്കാരനെയാണ്, 24 വയസ്സുള്ള ചെറുപ്പക്കാരനെയാണ്. അദ്ദേഹം കടയടച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തെ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റുമുട്ടുകയും അദ്ദേഹത്തെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീടിന് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരപരിധിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. വലിയ ആക്രമണത്തിന് അദ്ദേഹം ഇരയായിരുന്നു. അതിനുശേഷം കൊന്നതിന് ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഒരു ഹിന്ദു ഹത്യ കൂടി നടന്നിരിക്കുകയാണ് ബംഗ്ലാദേശ്. സ്ഥലത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ഹിന്ദു സംഘടനകളടക്കം ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകളെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.